കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന 7 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ നിങ്ങൾ പ്രഗ്നൻസി നോക്കരുത്. കാരണം പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ശരീരത്തിന് ഇല്ലാത്തതിൻ്റെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസിയെ പറ്റിയിട്ടാണ്. വിറ്റമിൻ ഇയെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആകാനും നിങ്ങളുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകാനും ഒക്കെ വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ വിറ്റമിൻ ഇയെ പറ്റി കേട്ടിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. സ്കിന്നിനെയും ഹെയറിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ, നമ്മളൊരു അമ്മയാകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിൽ, അതുപോലെ തന്നെ പുരുഷന്മാരിലും അവരുടെ ഓവറോൾ സെമന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്യൂർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും ആദ്യത്തേതാണ് നമ്മുടെ മസിലൊക്കെ ഒന്ന് വീക്ക് ആവുന്നത് പോലെ തോന്നുക. കൈമുട്ട്, കാൽമുട്ട്, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പാദത്തിന്റെ ഭാഗം, അങ്ങനെയുള്ള മസിൽസും ജോയിന്റ്സും ഒക്കെ ഭയങ്കര വീക്കായിട്ട് നമുക്ക് അനുഭവപ്പെടുക. ഒരുപാട് പേര് നേരം നമുക്ക് നിൽക്കാൻ പറ്റാതെ വരിക, ഒരുപാട് നേരം നടക്കാൻ പറ്റാതെ വരിക, ക്ഷീണം ഉണ്ടാവുക, ഇതെല്ലാം വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളാണ്. രണ്ടാമത്തേതാണ് മരവിപ്പ്. നമ്മൾ ഒരുപാട് നേരം ഒരു പൊസിഷനിൽ ചമ്രം പടിഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൈ നമ്മൾ കുറെ നേരം തലക്കിൽ വെച്ചിട്ട്, അതായത് നമ്മൾ നമ്മുടെ തല വെക്കുന്നതിന്റെ അടിയിൽ കൈ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ മരവിപ്പ് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ എന്തെങ്കിലും ഹോർമോൺസിന്റെ അല്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ ഒക്കെ ഡെഫിഷ്യൻസി മൂലമൊക്കെ ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ വിഷന് ബുദ്ധിമുട്ട് വരിക, വിഷൻ ബ്ലറായി പോവുക, നമുക്ക് ദൂരോട്ടുള്ള കാഴ്ച കിട്ടാതെ വരിക. നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അടുത്തുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ബ്ലറായി പോവുക, ടിവിയിലുള്ള കാര്യങ്ങളൊന്നും വായിക്കാതെ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാകാം. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. ഇമ്മ്യൂണിറ്റി കുറയുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അസുഖങ്ങൾ വന്നു പിടിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അലർജീസ് ഒക്കെ റെക്കറന്റ് ആയിട്ട് വരിക, ജലദോഷം, ചുമ, തുമ്മൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി പോവുക. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശക്തിയാണ്. നമ്മുടെ അടുത്തൊരാൾ നിന്നിട്ട് അയാൾക്ക് പനി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാൾക്കൊരു തുമ്മൽ ഉണ്ടെങ്കിലോ പെട്ടെന്ന് നമ്മളിലോട്ട് അത് വരുന്നതിന്റെ അർത്ഥം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ അടുത്ത് പനിയുള്ള ഒരാൾ നിന്നാലും ജലദോഷം ഉള്ള ഒരാൾ നിന്നാലും നമുക്കത് പെട്ടെന്നൊന്നും വരുന്നില്ല എങ്കിൽ അതിനർത്ഥം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് വിറ്റമിൻ ഇയുടെ കുറയുന്നതിന്റെ ലക്ഷണമാണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക, ഭയങ്കരമായിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഭംഗിയാക്കി വെക്കുന്നതിനും നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഒക്കെ വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും, ഹെയർ ഫോൾ ഒരുപാട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും കേട്ടോ. ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പീരിയഡ്സിന്റെ ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. ചിലവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി എനിക്ക് അതാത് മാസം പീരീഡ് വരുന്നുണ്ട് പക്ഷെ ഇറഗുലർ ആയിട്ടാണ് വരുന്നത്. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 35 ഡേയ്സിന് എബോയും 21 ഡേയ്സിന് ബിലോ ആയിട്ടും, അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മെൻസ്ട്രേഷൻ വരേണ്ടത് 21 to 35 ആണ്. 21 ദിവസവും 35 ദിവസത്തിനകത്തുമാണ് നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അത് ഹെൽത്തിയാണ്. എന്നാൽ 35 എബോവ് ആയിട്ട് പോകുന്നതും 21 കുറവായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നതും ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നടക്കാതെ വരും. എല്ലാ മാസവും പീരിയഡ്സ് വരിക എന്നുള്ളതല്ല ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള കാര്യം. ആ പീരിയഡ്സിൽ നമുക്ക് ഓവുലേഷൻ വരുന്നുണ്ടോ എന്നതും കൂടി ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോൾ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എങ്കിൽ അതും ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ പോയി സമീപിച്ച് വിറ്റമിൻ ഇ നിങ്ങൾക്ക് കുറവാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇനി വിറ്റമിൻ ഇ നമ്മളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്ത്രീകളുടെ കാര്യം നമുക്ക് എടുക്കാം. മെൻസ്ട്രേഷൻ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പീരിയഡ്സ് കൃത്യമായിട്ട് വരികയാണെങ്കിൽ അതിനർത്ഥം ഹോർമോൺസിന്റെ പ്രവർത്തനം അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. 21 to 35 എന്നുള്ള ഒരു ലിമിറ്റ് ഞാൻ പറഞ്ഞതുപോലെ കൃത്യം ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഇടയിലുള്ള FSHും LHും അങ്ങനെയുള്ള എല്ലാ ഹോർമോൺസും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെ വരികയും ഒപ്പം ഓവുലേഷൻ ലക്ഷണങ്ങളും കൂടി കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെൻസ്ട്രേഷൻ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കാക്കി വെക്കുക. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരും അല്ലെങ്കിൽ അമ്മയാകാനായിട്ട് ശ്രമിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. കുഞ്ഞ് വേരുറപ്പിക്കുന്നതും അവിടെയാണ്. ആ വേരൊന്ന് ഇളകി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് പറയുന്നത് ഓരോ മാസവും നമുക്ക് പീരിയഡ്സ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ ഷെഡായി പുറത്തേക്ക് പോകുന്നതാണ്. ഓരോ മാസവും ഡെവലപ്പ് ആയി വരുന്ന നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ കൃത്യമായിട്ട് തിക്കണാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കുഞ്ഞിന് അവിടെ വന്ന് അറ്റാച്ച് ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത് നമ്മുടെ വിറ്റമിൻ ഇ ആണ് കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹോർമോൺ ബാലൻസ് കൃത്യമാക്കി വെക്കുന്നു. PCOD ഉള്ള പേഷ്യൻസിനൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഹോർമോണൽ ഇംബാലൻസ്. അവരുടെ ഈസ്ട്രോജൻ ഹോർമോൺ കൂടുതലായതുകൊണ്ടും മറ്റുള്ള പുരുഷ ഹോർമോൺസിന്റെ പ്രവർത്തനം അവരുടെ ശരീരത്തിൽ കൂടുതലാവുന്നത് കൊണ്ടും ഹോർമോണൽ ഇംബാലൻസസ് അവിടെ ഉണ്ടാവുന്നു. ഇതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ, അതായത് PCOD ഒക്കെ ഉള്ളവർക്കൊരു ഏറ്റവും നല്ലൊരു റെമഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മളുടെ ശരീരത്തിലെ കുഞ്ഞ് കിടക്കുന്നത് അമ്നിയോട്ടിക് ദ്രവത്തിനകത്താണല്ലോ. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഒരുപാട് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഇഞ്ചുറീസോ ഒക്കെ അമ്നിയോട്ടിക് സാക്കിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകും. അതിനൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വിറ്റമിൻ ഇ നമ്മളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വിറ്റമിൻ ഇ നമ്മളെ സഹായിക്കും. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ഞാൻ വിറ്റമിൻ ഇയുടെ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. മസിൽസിന്റെ ജോയിന്റ്സിനൊക്കെ പെയിൻ വന്നപ്പോഴേക്കും ഡോക്ടർ ഇത് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സ്ത്രീകൾക്ക് ഇത്രയധികം ബെനിഫിറ്റ് തരുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും ഇത് ബെനിഫിറ്റുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ ഡിസയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വിറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവല് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു. അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് പുരുഷന്മാർക്ക് സെക്ഷൽ ഡിസയർ വർദ്ധിക്കുന്നു. സെക്ഷൽ ഡിസയർ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം അവിടെ വരും. നമ്മളൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നതിലുപരി നമുക്കൊരു മെന്റൽ പ്ലഷർ തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലോട്ട് അത് മാറിപ്പോകും. അതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റുകളാണ് അവരുടെ സ്പോമിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സെമന് കൃത്യമായിട്ട് കൗണ്ടും മോട്ടിലിറ്റിയും ഇല്ല എങ്കിൽ നമ്മുടെ എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവില്ല. അതൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇനി ഇത്രയധികം ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലോ പ്രഗ്നൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഫോംസിൽ വിറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ബ്രൊക്കോളി, ക്യാബേജ്, സൺഫ്ലവർ സീഡ്, ആൽമണ്ട്, എള്ള്, അവോക്കാഡോ, മാങ്ങ, കിവി, അതുപോലെ മുന്തിരി, ബ്ലാക്ക് കളറിലെ മുന്തിരിയില് കാഷ്യൂനട്ടില് ഇതിലൊക്കെ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. വിറ്റമിൻ ഇ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ്സ് നമുക്ക് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഒരു ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്.
നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആശാ വർക്കറെയോ സമീപിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഫോളിക് ആസിഡിന്റെ മെഡിസിൻ, അതുപോലെ അയോണിന്റെ മെഡിസിൻ, കാൽസ്യത്തിന്റെ മെഡിസിൻ ഒക്കെ തരും. അപ്പൊ അവരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, വിറ്റമിൻ ഇയുടെ മെഡിസിൻ എടുക്കണോ, ബെനിഫിറ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡോക്ടറോട് സംസാരിച്ച് വിറ്റമിൻ ഇയുടെ മെഡിസിൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. വൺസ് നിങ്ങൾക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ആ കാര്യം നിങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി പിടിച്ച് കിട്ടിയാലും അതിനെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പേര് ചാനലിൽ പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞ, പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞതിന് ശേഷം ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല ചേച്ചി, ഗ്രോത്ത് ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിനെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കൈകളിൽ വെച്ച് തരുന്നതിനും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.